ടാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസൺസ് എന്ന സെഗ്മെന്റിൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. ജിംനിയെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ കറന്റ് ഇപ്പോൾ ഉള്ളത് 4th ജനറേഷൻ മോഡലാണ്. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1970-കളിൽ ഉണ്ടായിരുന്ന മോഡലാണ്. സെക്കൻഡ് ജനറേഷനാണ് നമ്മൾ ഇന്ത്യയിൽ ജിപ്സി എന്ന പേരിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാഹനം. 1980-കളിലാണ് ആ ഒരു സെക്കൻഡ് ജനറേഷൻ വേരിയന്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷൻ വാഹനം ഇപ്പോഴും ഇന്ത്യൻ ആർമിയെ സർവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വാഹനത്തിന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ജിംനിയെ പറ്റി പുതിയ ജനറേഷൻ ജിംനിയെ പറ്റി പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 4 ഡോർ വെർഷനാണ്. ഇന്ത്യക്കാർ കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു 4 ഡോർ വെർഷൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ റീസൺസ് പേയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റും, 2 നമ്മുടെ റിക്വയർമെൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജിംനിയുടെ പ്രൈസ് വരുന്നത് എക്സ്ഷോറൂം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,74,000 രൂപ മുതൽ 15 ലക്ഷം വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇയർ എൻഡ് എന്നുള്ള രീതിയിൽ മാരുതി സുസുക്കി ജിംനിക്ക് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻ്റായ സീറ്റയ്ക്ക് 2 ലക്ഷം രൂപയും ആൽഫ മോഡൽ ടോപ്പ് വേരിയൻ്റായ ആൽഫ മോഡലിന് 1.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ മാരുതി സുസുക്കി കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി ജിംനി ഇപ്പോൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുണ്ട്. ഒരു ജിംനി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ്, അല്ലെങ്കിൽ അനുയോജ്യമായ സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഓഫ് റോഡ് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂവിന് തന്നിരിക്കുന്നത് പോപ്പുലർ നെക്സയാണ്. അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റീസൺസ് പേയിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് റിക്വയർമെൻ്റ് ആണ്. ഒരു ഓഫ് റോഡ് വാഹനം എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വാഹനത്തിൻ്റെ അപ്രോച്ച്, ഡിപ്പാർച്ചർ, അതുപോലെ തന്നെ റാംബോവർ ആംഗിൾ ആണ്. വാഹനത്തിന് വന്നിരിക്കുന്നത് 36 ഡിഗ്രിയാണ് അപ്രോച്ച് ആംഗിൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റാംബോവർ ആംഗിൾ വരുമ്പോൾ 24 ഡിഗ്രിയും ഡിപ്പാർച്ചർ ആംഗിൾ വരുമ്പോൾ 47 ഡിഗ്രിയുമാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കൂടാതെ ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. 310 mm ആണ് വാട്ടർ വെഡിങ് കപ്പാസിറ്റി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ് വാഹനം എന്ന നിലയിൽ ടയറിലേക്കുള്ള ക്ലിയറൻസ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജിംനിയുടെ ഈ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ എടുത്ത് പറയണം. മാക്സിമം ക്ലിയറൻസ് അപ്രോച്ച് ചെയ്യാനായിട്ട് ടയറിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടോപ്പ് മോഡലായ ആൽഫയിൽ വാഷർ കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാമ്പ് വാഷർ കൊടുത്തിട്ടുണ്ട്. മഡും ഡസ്റ്റും ഒക്കെ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാഹനത്തിൻ്റെ ഡയമെൻഷനാണ്. 3900 എന്ന് പറയുന്ന, അല്ലെങ്കിൽ സബ് 4 മീറ്റർ എന്നുള്ള സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ആ ഒരു ഡയമെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കോമ്പാക്റ്റ് ഉള്ള ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡിങ്ങിന് അത് വളരെയധികം ഉപയോഗപ്പെടും. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ലോഞ്ചിങ് സമയത്തുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിൻ്റെ വീഡിയോ ആണ്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ടെറൈനിലൂടെയാണ്. അതാകുമ്പോൾ റോഡിന് വിഡ്ത്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ടെറൈൻസ് പുള്ളി കടക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും വിഡ്ത്ത് കുറഞ്ഞ വാഹനമാണ് പുള്ളിക്ക് ഏറ്റവും യൂസ്ഫുൾ. ഇതിനേക്കാളും വിഡ്ത്ത് കുറഞ്ഞ വാഹനം ഉണ്ടെങ്കിൽ അതാണ് പുള്ളിക്ക് യൂസ്ഫുൾ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. മറ്റു കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ഓഫ് റോഡ് ടെറൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ വാഹനത്തിനും കടന്നു പോകത്തക്ക രീതിയിലുള്ള ടെറൈൻസ് ആയിരിക്കും. പുള്ളി ഫേസ് ചെയ്യുന്നത് അങ്ങനത്തെ ടെറൈൻ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയമെൻഷൻ വാഹനത്തിന് ഉപയോഗപ്പെടും എന്നുള്ള കാര്യവും പറയാം. ഒരു വാഹനത്തിൻ്റെ കോമ്പാക്ട് ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ നഗരത്തിലും അതുപോലെ തന്നെ സിറ്റി ട്രാഫിക്കിൽ പാർക്കിംഗ് സ്പേസിലൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു വാഹനം വളരെ ഈസിയാണ്. കൂടാതെ ഈ ഒരു വാഹനത്തിന് 5 ഡോർ കൊടുത്തിരിക്കുന്നുണ്ട്. ഫാമിലിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും പറയാം. ജിംനിയുടെ സസ്പെൻഷൻ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ലാഡ്രോൺ ഫ്രെയിമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ റിജിഡ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 15 ഇഞ്ച് ടയേഴ്സാണ്. അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള ടയേഴ്സ്, അല്ലെങ്കിൽ ഹൈറ്റുള്ള രീതിയിലാണ് ടയേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കേപ്പബിലിറ്റി വരുന്ന രീതിയിലാണ് വീൽ ആർട്ടിക്കുലേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലൊരു ഓഫ് റോഡ് വാഹനം വേണം എന്നുള്ളവർക്കും, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സസ്പെൻഷൻ വേണം എന്നുള്ളവർക്കും ജിംനി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓഫ് റോഡിനും ഫാമിലി പർപ്പസിനും ഒരുപോലെ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ള കാര്യം പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് K സീരീസ് 1.5 ലിറ്റർ K സീരീസ് എഞ്ചിനാണ്. K15B എന്ന് പറയുന്ന സീരീസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് ഇനിഷ്യൽ ടോർക്കും അതുപോലെ തന്നെ പിക്കപ്പും കൂടുതലായിട്ടുള്ള എഞ്ചിനാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം വരുന്നത് മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുമാണ് വരുന്നത്. മാനുവൽ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ 4 സ്പീഡാണ് വരുന്നത്. അത്യാവശ്യം നമുക്കൊരു പെർഫോമൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആണ് 4 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നുള്ളതും പറയാം. ഒരു ലാഡ്രോൺ ഫ്രെയിം വാഹനമാണെങ്കിലും ജിംനിയിൽ കയറാനും ഇറങ്ങാനും വളരെ ഈസിയാണ് എന്നുള്ള കാര്യം പറയാം. ഇനി ഇന്റീരിയറിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സീറ്റ്സ് ആണ്. അത്യാവശ്യം ഉയർന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് സീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള രീതിയിൽ അത്യാവശ്യം ഉയർന്നിരിക്കുന്ന ഒരു SUV സ്റ്റാൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ബോർഡ് സ്പേസും കൊടുത്തിരിക്കുന്ന സീറ്റ്സ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ലോങ് ഡിസ്റ്റൻസിനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഇനി ബേസ് മോഡലിലോ അല്ലെങ്കിൽ ടോപ്പ് മോഡലിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. അത്യാവശ്യം ഉയർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ റിക്വയർമെന്റ് ഉണ്ടെന്നും തോന്നുന്നില്ല. ഇനി സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് സെറ്റപ്പ് അല്ല. ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. എന്നാലും നമുക്ക് സിറ്റിയിലും അതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസിലൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റിയറിംഗ് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി പറയേണ്ടത് വാഹനത്തിൻ്റെ വിസിബിലിറ്റിയാണ്.
എക്സലൻറ്റ് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിസിബിലിറ്റി കൊടുത്തിരിക്കുന്നത്. സൈഡ് ആയിരുന്നാലും അതല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ വ്യൂ ആയിരുന്നാലും ഒക്കെ എക്സലൻ്റ് ആണ്. അതുപോലെ തന്നെ ബി പില്ലർ, ഈ ഒരു എ പില്ലറിൻ്റെ ഡിസൈനും എടുത്ത് പറയാം. വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വിസിബിലിറ്റി ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളത് പറയാം. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ ഒരു വാഹനം തന്നെയാണ് ജിംനി ഫ്രണ്ട് സീറ്റ് നമുക്ക് നോക്കുമ്പോൾ വരുന്നത്. ഇനി ഓഫ് റോഡ് ഉള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ 4 വീൽ ഡ്രൈവിൻ്റെ ലിവേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഒരു മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് 4 വീൽ ഡ്രൈവിൻ്റെ ലിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓഫ് റോഡ് പ്രേമിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആ ഒരു ലിവർ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇനി ഓഫ് റോഡിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി ജിംനി കൺസിഡർ ചെയ്യാൻ മറ്റൊരു റീസൺ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഓഫ് റോഡ് വാഹനങ്ങളിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സാണ്. ഒരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AC കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയ ഫീച്ചേഴ്സ്, അതായത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയാം. അപ്പോൾ അങ്ങനെയുള്ള വാഹനം ഒരു ഫാമിലിക്കും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജിംനി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ റിയർ സീറ്റിൻ്റെ നമുക്കൊരു ഇൻഗ്രസ് എഗ്രസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കേണ്ടി വരും. അത്യാവശ്യം ഹൈറ്റിലാണ് കാലെടുത്ത് വയ്ക്കേണ്ടതെന്നുള്ള കാര്യം പറയാം. ഇനി കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ട് കുഴപ്പമില്ല. കുറച്ചുകൂടി ലെങ്തുള്ള സീറ്റ് ആണെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി സീറ്റിൻ്റെ ആംഗിൾ നമുക്ക് 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ്സിൻ്റെ ആംഗിൾ കൊടുത്തിരിക്കുന്നത്. നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെഡ് സ്പേസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഫുഡ് സ്പേസും അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാം. ഈ ഒരു വാഹനം 4 സീറ്റർ ആയിട്ട് തന്നെയാണ് മാരുതി സുസുക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ടണലിൻ്റെ എന്ന കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഈ ഒരു ഫാമിലി വാഹനം എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് റിയർ സീറ്റിലേക്ക് കയറാനും ഇറങ്ങാനുള്ള എളുപ്പം പറഞ്ഞു. അതുപോലെ ഇരിക്കാൻ കംഫർട്ടബിൾ ആണ്. ഇനി ഡ്രൈവിലേക്ക് വരുമ്പോൾ ഒരു ലാഡർ ഫ്രെയിം വാഹനമാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഒരുപാട് മറ്റു ഓഫ് റോഡ് വാഹനങ്ങളെ അപേക്ഷിച്ച് ബോഡി റോൾ വളരെ കുറവാണെന്നുള്ള കാര്യം പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിനും ഒക്കെ ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയാം. ഒരു ഓഫ് റോഡ് വാഹനമായാലും അതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് വാഹനമായാലും ബൂട്ട് സ്പേസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നാൽ 208 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ആണെന്ന് പറയാം. വലിയ ട്രോളി ബാഗ്സ് ഒക്കെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഓഫ് റോഡിങ്ങിനും അതുപോലെ തന്നെ ഫാമിലി വീക്കെൻഡ് ട്രിപ്സിനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ലഗേജ് സ്പേസ് വേണമെന്നുള്ളവർക്ക് 50-50 സ്പ്ലിറ്റാണ് ഈ ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും പറയാം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 4 സ്പീഡ് ഓട്ടോമാറ്റിക് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അത്യാവശ്യം പെർഫോമൻസ് തരുന്ന രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് തന്നെയാണ് 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇനി ഞാൻ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാനുവൽ ക്ലച്ചും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും കുറച്ച് ഹെവി ആണെന്നുള്ള കാര്യം പറയേണ്ടി വരും. ഇപ്പോൾ കേൾക്കുന്ന ഈ ഒരു വാർണിംഗ് സീറ്റ് ബെൽറ്റിൻ്റെതാണ്. നമ്മൾ മറ്റ് ഭാരതീയ വാഹനങ്ങളെ പോലെ തന്നെ എല്ലാ സീറ്റ് ബെൽറ്റും നമ്മൾ ഫാസ്റ്റൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വാർണിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം പറയേണ്ടി വരും. അതായത് ബാക്ക് സീറ്റിൽ ലോഡ് സെൻസർ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇനി ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് ആണ്. സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റാണ്, പക്ഷേ ഒരു ഓഫ് റോഡ് വാഹനത്തിന് ചേരുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്പീഡ് ഓട്ടോമാറ്റിക്കിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം മികച്ചതാണ്. കാല് കൊടുക്കുമ്പോഴൊക്കെ നല്ല പെർഫോമൻസ് തരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ലാഡർ ഓൺ ഫ്രെയിം വാഹനമാണെങ്കിലും ബോഡി റോൾ തീരെ കുറവാണെന്നുള്ള കാര്യം പറയാം. തീരെ ഇല്ല എന്നല്ല, നമ്മൾ മറ്റ് ലാഡർ ഓൺ ഫ്രെയിം വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബോഡി റോൾ തീരെ കുറഞ്ഞൊരു വാഹനം ആണ് ജിംനി എന്നുള്ള കാര്യം പറയാം. ഈ ഡൈമെൻഷൻ ഏറ്റവും ഇതായിട്ട് വരുന്നത്, അനുയോജ്യമായിട്ട് വരുന്നത് ഈ ഒരു സമയങ്ങളിലൊക്കെയാണ്. നമുക്ക് വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പേസുകളിലേക്ക് ഈസി ആയിട്ട് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡൈമെൻഷൻസ് കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ഹാൻഡിലിംഗ് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ജിംനി. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ്. ഒരു വളവൊക്കെ വീശിയെടുക്കുമ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പം റിയർ സീറ്റിലൊക്കെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു ഓഫ് റോഡ് വാഹനത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ്. ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും നല്ല സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് ജിംനിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ജിംനിയുടെ മറ്റ് കൺട്രോൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്വിച്ചസും ഈസി ആക്സസ് ആണ്. നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസി ആക്സസ് ആണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജിംനി നമുക്ക് സമ്മാനിക്കുന്ന അത്യാവശ്യം മികച്ച ഹാൻഡിലിംഗ് ഉള്ള വാഹനം, അതുപോലെ തന്നെ റൈഡ് കംഫോർട്ടുള്ള വാഹനം,
ഫാമിലി ഓറിയൻറ്റഡ് ആണെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷൻ സെറ്റപ്പ് തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ തന്നെ ഡൈമെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സിറ്റി യൂസിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ഡൈമെൻഷൻ സെറ്റപ്പാണ് ജിംനി നമുക്ക് സമ്മാനിക്കുന്നത്. ഫാമിലിയെയും അതുപോലെ തന്നെ ഓഫ് റോഡിനെയും ഒരുപോലെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും ഇണങ്ങുന്ന അനുയോജ്യമായ ഒരു വാഹനം എന്നാണ് ജിംനിയെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.